എം.വി. ഗോവിന്ദൻ മാധ്യമങ്ങളോട്. അപ്പോൾ UDF എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കോൺഗ്രസ് ഒരു സഖ്യകക്ഷിയെ പോലെ ജമായത്ത് ഇസ്ലാമിനെയും SDP-യെയും ചേർത്ത് നടത്തുകയാണ്. ദൂരവ്യാപകമായ രാഷ്ട്രീയ പ്രത്യാഘാതം അത് ഉൽപ്പാദിപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് കോൺഗ്രസിൻ്റെ അകത്തും വരും, ലീഗിൻ്റെ അകത്തും വരും. മുസ്ലിം ലീഗ് വർഗീയതക്കെതിരായിട്ടൊക്കെ സജീവമായി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇസ്ലാമിക രാഷ്ട്രം വേണം എന്ന വാദം ഉന്നയിക്കുന്ന ജമായത്തെ ഇസ്ലാമിയുമായി ചേർന്ന് സ്വാഭാവികമായിട്ട് UDF-ന്റെ കക്ഷിയായിട്ട് മാറുമ്പോൾ അതുണ്ടാക്കുന്ന പ്രത്യാഘാതം കോൺഗ്രസിൽ മാത്രമല്ല മുസ്ലിം ലീഗിലും അത് ശക്തിയായിട്ട് ഉയർന്നു വരും എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ ന്യൂനപക്ഷ വർഗീയതവാദത്തെ ശക്തിയായിട്ട് ഞങ്ങൾ എതിർക്കും, ഇനിയും എതിർക്കും. ഇതേവരെ എതിർത്തിട്ടുണ്ട്. ഭൂരിപക്ഷ വർഗീയതയെയും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയായിട്ടുള്ള RSSനെയും അതിശക്തിയായിട്ട് ഞങ്ങൾ എതിർക്കും. ഭൂരിപക്ഷ വർഗീയവാദത്തിനും ന്യൂനപക്ഷ വർഗീയവാദത്തിനും എതിരായിട്ടുള്ള ശക്തിയായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മാത്രമേ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും പുരോഗമന പ്രസ്ഥാനങ്ങൾക്കും ജനാധിപത്യ ശക്തികൾക്കും മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. മുസ്ലിം ലീഗിലും കോൺഗ്രസിലും ഇതിൻ്റെ പ്രത്യാഘാതം സൃഷ്ടിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കില്ല. ഇതാണ് ആ സംബന്ധിച്ച് പറയാനുള്ള കാര്യം. അല്ല, അങ്ങനെയല്ല പറഞ്ഞത്. വിജയരാഘവൻ പറഞ്ഞത് വളരെ കൃത്യമാണ്. കേരളത്തിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ UDF-ന്റെയും ജയത്തിന്റെ പിന്നിൽ ജമായത്ത് ഇസ്ലാമിന്റെയും SDP-യുടെയും സഖ്യകക്ഷി എന്ന രീതിയിലുള്ള വോട്ടോടുകൂടിയാണ്. അതിൽ തന്നെയാണ് പാർട്ടി ഉറച്ചു നിൽക്കുന്നത്. അതിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഇല്ലില്ല, ഞാൻ പറഞ്ഞിട്ടില്ല, അന്നും പറഞ്ഞിട്ടില്ല, ഇന്നും പറഞ്ഞിട്ടില്ല. വർഗീയ ശക്തിയെ ആവാതിരിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അവരോട് ഞങ്ങൾ പറയുന്നത് ജമായത്ത് ഇസ്ലാമിയും അതുപോലെ തന്നെ SDP-യും ഉൾപ്പെടെയുള്ളവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താക്കളായിട്ട് ഇപ്പോഴും ലീഗ് സംവിധാനത്തെ മാറ്റാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മതനിരപേക്ഷ ഉള്ളടക്കത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് അവർ കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നില്ല. സ്വീകരിക്കാതിരിക്കുമ്പോൾ കോൺഗ്രസിനെ പോലെ തന്നെ ലീഗിന്റെ അകത്തും ജമായത്ത് ഇസ്ലാമും SDP-യും തമ്മിലുള്ള ഐക്യത്തെ സംബന്ധിച്ചുള്ള പ്രശ്നം ഉയർന്നു വരാതിരിക്കാൻ പറ്റില്ല. അതാണ് പ്രശ്നം. അല്ല, മാഷി പറയുന്നത് ഒരു ക്ലാരിറ്റിയിലല്ല വിജയരാഘവൻ ഇതേ ഞാനീ പറയുന്നത് പേരെടുത്ത് പറയുന്നതല്ല. അതായത് പ്രിയങ്ക ഗാന്ധിയുടെ ഘോഷയാത്രയിൽ മുമ്പിലും പിമ്പിലും അണിനിരുന്നവർ തീവ്രവാദികളാണെന്നൊക്കെ പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞത് വളരെ കറക്റ്റായിട്ടാണല്ലോ. വിജയരാഘവൻ പറഞ്ഞത് തന്നെയാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും രണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് അതിശക്തിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോഴും ആ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പാലക്കാട് അത് തന്നെയാണ് കണ്ടത്. ന്യൂനപക്ഷങ്ങളോടുള്ള സ്നേഹം ഞങ്ങൾക്ക് എല്ലാ കാലത്തും ഉള്ളതാണ്. ന്യൂനപക്ഷ സ്നേഹം അന്നും ഇന്നും ഉള്ളതാണ്. ന്യൂനപക്ഷം എന്ന് പറയുന്നത് വർഗീയവാദികളൊന്നുമല്ല. ന്യൂനപക്ഷ സമുദായം എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായം എന്ന് പറഞ്ഞാൽ വർഗീയവാദികളാണ് നിങ്ങൾ ആരാ പറഞ്ഞത്? മുസ്ലിം സമുദായത്തിന്റെ അട്ടിപ്പേർ അവകാശപ്പെടാനൊന്നും ജമായത്ത് ഇസ്ലാമിന് അവകാശമില്ല, SDP-യും ഇല്ല. അതൊരു ചെറിയ ന്യൂനപക്ഷമാണ്. അപ്പോൾ ശരിയായ രീതിയിൽ അവിടെ മഹാഭൂരിപക്ഷം വരുന്നതും മുസ്ലിം സമുദായത്തിൽ സെക്യുലറാണ്, മതനിരപേക്ഷ ഉള്ളടക്കമുള്ളവരാണ്. ആ ഉള്ളടക്കത്തെ നമ്മൾ കണ്ടുകൊണ്ട് തന്നെയാണ് പറയുന്നത്. എന്നാൽ അതിശക്തിയായി ജമായത്ത് ഇസ്ലാമിനെയും SDP-യെയും നിശ്ചിതമായ വിമർശനത്തിൽ വിധേയപ്പെടുത്തുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട ഒരു 87 സ്ട്രാറ്റജിയാണോ ഇപ്പോൾ നമ്മൾ സ്വീകരിക്കാൻ പോകുന്നത്? ഞങ്ങളിപ്പോൾ ഒരു സ്ട്രാറ്റജി അതിന്റെ ഭാഗമായിട്ട് ആലോചിച്ചിട്ടില്ല. ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞതെന്താ പറഞ്ഞാൽ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഈ രണ്ട് വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ പോകുമ്പോൾ പണ്ട് പറഞ്ഞ പോലെയല്ല, കോൺഗ്രസും ലീഗും ന്യൂനപക്ഷ വർഗീയതയെ സഖ്യകക്ഷിയാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇല്ല, ഞങ്ങൾ ഉത്തരവാദിത്വം ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ. വർഗീയവാദികളുടെ വോട്ട് കൂടി ചേർത്തുകൊണ്ടാണ് ഇവരെല്ലാം ജയിച്ചത്. അതിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. കാസർഗോഡ് ജയിച്ചത് ലീഗ് മാത്രമല്ല, ലീഗിന്റെ ഒപ്പം ജമായത്ത് ഇസ്ലാമുണ്ട്. 5,000, 10,000, 15,000 വോട്ടുണ്ട് അവർക്ക്. അവർ മത്സരിച്ചിട്ടില്ല. അവർ പൂർണ്ണമായിട്ട് ഇവരൊപ്പം നിൽക്കുക ചെയ്തേ. അതുകൊണ്ടാണ് ഇവർക്ക് 1 ലക്ഷം വോട്ട്.